റിപ്പോർട്ട് കിട്ടുമ്പോൾ 83 പേർ മരിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ കുറച്ചധികം ആളുകളെ കാണാനില്ല എന്ന് ബന്ധുജനങ്ങൾ പറയുന്നു. ഈ ദുരന്തഭൂമി വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ സൈന്യം അവിടെ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചു തുടങ്ങിയെന്ന ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. അവിടെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. മാത്രമല്ല ചില ഭാഗങ്ങളിലൊക്കെ തന്നെ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നു. ഹെലികോപ്റ്ററുകൾ ഇറങ്ങാനുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും എസ് കെ മുണ്ടക്കൈ മേഖല തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ എപ്പിക് പോയിന്റായി നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തുക അതിപ്രധാനമാണ്. ഈ പാലം നിർമ്മിക്കൽ വലിയ സഹായകരമാകുന്ന ഒരു തർക്കമില്ല എസ് കെ. മാത്രമല്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോഴും നാമമാത്രമായ രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ഫയർഫോഴ്സ് അംഗങ്ങളാണ്, കുറച്ച് NDFR മാത്രം എന്ന് പറഞ്ഞാൽ 10ഓളം NDRS അംഗങ്ങൾ മാത്രമാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്. അത് പോരാ, അവിടെ അതിഭീകരമായ അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ടെന്ന് അറിയാൻ കഴിയുന്നു എസ് കെ. ഒരുപാട് മരണങ്ങൾ അവിടെ ഉണ്ട് എന്നിങ്ങനെ ആൾക്കാർ ഭയക്കുന്നുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ മാത്രം 75ഓളം പേരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. മാത്രമല്ല പല പല സ്ഥലങ്ങൾ കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവിടെ ഒരു ബംഗ്ലാവ് കേന്ദ്രീകരിച്ച് 200 പേരുണ്ട്. അവിടെ ട്രീ വാലി റിസോർട്ട് കേന്ദ്രീകരിച്ച് 250 പേരുണ്ട്. മറ്റൊരു കുന്നിൻ്റെ മുകളിൽ 200 പേരുണ്ട്. ആ കുന്നിന് മുകളിൽ 200 പേരിൽ 3 പേർ അവിടെ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരാണ്. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവരെയൊക്കെ കരയിലേക്ക് എത്തിക്കേണ്ടത്, ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ് എസ് കെ. അല്ലെങ്കിൽ വല്ലാത്ത ദുരന്തം നമുക്ക് ആ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടാവേണ്ടി വരും എസ് കെ. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത് 83 മരണങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അത് ആശുപത്രികളുടെ കണക്ക് കൂടിയാണ് എസ് കെ. മേപ്പാടി CHൽ 48 പേരാണ് നിലവിലുള്ളത്. അതിൽ 28 പേരെ തിരിച്ചറിഞ്ഞു. സ്ത്രീകൾ 23 പേരാണ്, പുരുഷന്മാർ 25 പേരാണ്. വൈത്തിരി ആശുപത്രിയിൽ ഒരാളാണ്. വിംസിൽ 9 പേരുണ്ട്. നിലമ്പൂരിൽ 25. ആകെ 83 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഈ നിലമ്പൂർ ഈ ചാലിയാർ പുഴയിൽ കൂടി കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു എസ് കെ. അത് ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ തന്നെയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ 83-നൊപ്പം 2 കാലുകൾ കൂടി അല്ലാതെയുണ്ട് എസ് കെ. അത് ഈ 83-ൽ കൂട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് 84 ഉയരും. PV Anwar MLA അടക്കമുള്ളവർ പറയുന്നത് പല സ്ഥലങ്ങളും ചാലിയാറിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ ചിഹ്ന ഭിന്നമാണ് എന്ന് പറയുന്നു. തലയും കാലുമില്ലാത്ത നെഞ്ചിൻ്റെ ഭാഗം മാത്രമായി ഒന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തലയില്ലാത്തൊരു മൃതദേഹം കിട്ടി, 2 കാലുകൾ കിട്ടി. അങ്ങനെ അത്യന്തം വേദനാജനകമായ ഹൃദയഭേദകമായ വാർത്തകൾ വരികയാണ് വയനാട്ടിൽ നിന്ന് എസ് കെ. ഉറപ്പായും പറയാം, നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായി ഈ ചൂരൽമല ദുരന്തം മാറുകയാണ്. ഉത്തരാഖണ്ഡൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും മേപ്പാടിയും പുത്തുമലയും ഒക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ കൂടിയും അതിനേക്കാളൊക്കെ വലിയ തോതിലേക്ക് ഈ അപകടം ഉയരുന്നു എസ് കെ. നേരത്തെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന നേരത്തെ അവിടെ കഴുത്തോളം ചെളിയിൽ മുങ്ങിപ്പോയൊരു മനുഷ്യനായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ കേരള ഫയർഫോഴ്സ് സംഘം എത്തുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അതുമാത്രമാണ് മുണ്ടക്കൈ മേഖലയിൽ നമുക്കൊരു ആശ്വാസത്തിൻ്റെ വാർത്തയായി വരുന്നത്. അവിടെയുള്ള ആളുകളെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എത്രയും ഞങ്ങൾക്ക് വേണ്ടത് വെള്ളമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമല്ല, എത്രയും പെട്ടെന്ന് ഈ സ്ഥലങ്ങളിൽ സ്റ്റാൻഡേർഡായി കിടക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എസ് കെ. അതിനിടയിലാണ് ഒരുപാട് പേരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ റിസാന, ഫിറോസ്, മുസ്തഫ, റഷീദ, ഹാമിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ മുനവർ എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പയ്യൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ അമ്മ, അവരുടെ വീട് ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു, അവരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും ഒരുപാട് പേരെ കാണാനില്ലാത്ത വാർത്തകൾ വരുന്നുണ്ട് എസ് കെ. കുറച്ച് നേരത്തെ വന്ന ഒരു അറിയിപ്പ്, തലശ്ശേരിയിൽ നിന്നും ഒരു യൂണിറ്റ് സിവിൽ ഡിഫൻസിൻ്റെ വയനാട് ചൂരൽമലയിലേക്ക് വാഹനം നാദാപുരം കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. എവിടെയെങ്കിലും ബ്ലോക്കോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ സഹകരിക്കണം എന്നൊരു പ്രേക്ഷകൻ എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നത് 2 മണിക്കാണ്. ഇപ്പോൾ അത് ഒരുപക്ഷെ ചൂരൽമലയിലൊക്കെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ കൂടുതൽ സേനകളുടെയും കൂടുതൽ ദൗത്യ സംഘങ്ങളുടെയും ഒക്കെ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആവർത്തിച്ച് പറയുന്നത്, ഇത് കാണുന്ന പ്രേക്ഷകർ, അവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നത്, ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും അല്പം മനുഷ്യത്വത്തോടെ പെരുമാറണം. അതിന് കാരണം ആരും ദുരന്ത ഭൂമിയിലേക്ക് ദുരന്തം കാണാൻ അല്ലെങ്കിൽ രക്ഷാദൗത്യം കാണാൻ അങ്ങോട്ടേക്ക് വണ്ടിയുമായി ഇറങ്ങി പുറപ്പെടരുത്. അങ്ങനെ വണ്ടിയുമായി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം അതീവ ഗുരുതരമാണ്. കാരണം അല്ലെങ്കിൽ തന്നെ വല്ലാത്ത മേഖലയാണ്, അല്ലെങ്കിൽ തന്നെ മണ്ണ് ആകെ കുതിർന്നു നനഞ്ഞിരിക്കുകയാണ്. വീണ്ടും മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടലാണോ സംശയിക്കുന്ന മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ദയവേത് അങ്ങോട്ടേക്ക് ആരും വാഹനമായി ഇറങ്ങിയാൽ അത് രക്ഷാസംഘത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതയല്ല. രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ മാത്രമേ ഇറങ്ങാവൂ. അവരിറങ്ങുന്നവർ വാഹനവുമായി ഇറങ്ങുന്നത്, വാഹനം ആവശ്യമുണ്ടെങ്കിൽ അത് രക്ഷാദൗത്യത്തിന് ആവശ്യമുള്ള വാഹനം മാത്രമായിരിക്കണം എസ് കെ. ഏറ്റവും ഒടുവിൽ അശ്വിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അച്ചു, 60 വയസ്സുള്ള നഫീസ, 65 വയസ്സുള്ള ജമീല, 62 വയസ്സുള്ള ഭാസ്കരൻ, ആമിന, ചൂരൽമലയുള്ള ആമിന കെയർ ഓഫ് ചന്ദഭാഷ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഐഷ കെയർ ഓഫ് കുഞ്ഞുമൊയ്തീൻ അറിയാൻ കഴിയും. ജഗദീഷ്, അനസ്, ഏറക്കാടൻ, ആഷിന,
എന്നുള്ള മൃതദേഹങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത്. 3 പിഞ്ചു കുട്ടികളുടെ മൃതദേഹങ്ങൾ കൂടി അതിലുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സ്കാൻ എന്തായാലും 1984 മുതൽ ഈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ചരിത്രം തുടങ്ങിയതാണ്. അന്ന് 14 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 11 ആദിവാസികളും 9 എസ്റ്റേറ്റ് തൊഴിലാളികളും അന്ന് മരിച്ചതാണ്. പിന്നെ 2019 പുത്തുമലയിൽ, അടുത്തുള്ള പുത്തുമലയിൽ, ഇത് ഏകദേശം 10 കിലോമീറ്റർ മാത്രം ചുറ്റളവാണ്, പുത്തുമലയിൽ 17 പേർ മരിച്ചു. 5 ആളുകളെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ 92 പടിഞ്ഞാറേത്തറ കാപ്പിക്കളത്തുണ്ടായ ഒരു ദുരന്തം, ഒരു കുടുംബത്തിലെ 11 പേരാണ് മരിച്ചത്. 2018 കുറിച്ചർമലയിൽ വലിയ ദുരന്തമുണ്ടായി. എന്നാൽ അത് ജനവാസ പ്രദേശമല്ല, അതുകൊണ്ട് ആളപായം ഉണ്ടായി. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിലും വലിയ ആൾനാശമുണ്ടായി. എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല മാറുകയാണ്. 2019 ഓഗസ്റ്റിൽ തന്നെയാണ് പുത്തുമലയുടെ മറുകുന്നായ മലപ്പുറം ജില്ലയിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ. എന്തായാലും ഈ പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം എന്ന് തന്നെ പറഞ്ഞു. അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വെർഷനാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ അന്നും ഇതുപോലെ കട്ടികൂടിയ മേഘങ്ങൾ, അന്നും ഇതുപോലെ അതിതീവ്രമായ പെയ്ത്ത്, ഒരു രാത്രി മൊത്തം നിന്ന് പെയ്യുകയാണ്. സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ പോയ കാലങ്ങൾ കിട്ടിയതിനേക്കാൾ ഇരട്ടിക്ക് തോതിൽ മഴ പെയ്യുകയാണ്. അങ്ങനെ ആഞ്ഞു പെയ്ത മഴ തന്നെയാണ്, അല്ലാതെ ഇത് മേഘസ്ഫോടനമല്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പെയ്ത കൊടിയ മഴ, 533 mm എന്നൊക്കെ പറയുന്ന കൊടിയ മഴ തന്നെയാണ് ഈ ഉരുൾപൊട്ടലിലേക്ക് നയിച്ചത്. ഈ മണ്ണിനടിയിൽ മണിക്കൂറോളം കഴിഞ്ഞ ആളെ അവിടുന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് വലിയ ആശ്വാസകരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുഭവാർത്തയെങ്കിലും, ഒരു ദുരന്തഭൂമിയിൽ നിന്ന് ശുഭവാർത്ത എന്നൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത അത് തന്നെയാണ്. സ്കാൻ പാല നിർമ്മാണം പുരോഗമിക്കുന്നു. ആ പാല നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കുറേയധികം ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷ. ഏകദേശം അതേസമയം തന്നെ ഹെലികോപ്റ്ററുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എയർലിഫ്റ്റിംഗ് മാത്രമാണ് പോംവഴി സ്കാൻ, അതല്ലാതെ പാലം നിർമ്മിക്കുന്നതുകൊണ്ട് കൂടിയും അത് 100% കാര്യക്ഷമമാകാൻ ഇടയില്ല. എയർലിഫ്റ്റിംഗ് തന്നെയാണ് പോംവഴി, അത് അല്പസമയത്തിനകം എത്തും എന്നും കരുതാം. സ്കാൻ ഇപ്പോൾ ഡോക്ടർ വി വേണുവിൻ്റെ ഒരു അഭിപ്രായം വിനീത വി ജി ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് വയനാട്ടിൽ നിലനിൽക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. ആ പ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും വിച്ഛേദിക്കപ്പെട്ടതുപോലെ തന്നെയാണ്. ആ മേഖലയിലേക്ക് സുരക്ഷിതമായ പ്രവേശനത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ളവരുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും ചീഫ് സെക്രട്ടറി ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ പ്രതിനിധി വിനീത വി ജിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു.